വെരി ഗുഡ് മോർണിംഗ് ടു ആൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പുതിയ സെക്ഷനാണ്, ഇൻറ്റിജർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ ചെയ്തിരിക്കുന്ന ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൻ്റെ ഒരു സ്പെഷ്യൽ വേർഷനായിട്ട് കൂട്ടിയാൽ മതി. അപ്പം എന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഈ ഒരു പ്രോബ്ലം ഇപ്പോൾ ഇത് മാക്സിമൈസ് 5 is equal to 3x1 plus 4x2 subject to certain constraints അല്ലേ, where x1 x2 is greater than equal to 0. അപ്പോൾ ഈ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ അറിയാം. നമ്മൾ ഓൾറെഡി സിംപ്ലക്സ് മെത്തേഡ് പഠിച്ചു, അതുപോലെ ഗ്രാഫിക്കൽ മെത്തേഡ് പഠിച്ചു. ഇതൊക്കെ ഉപയോഗിച്ച് നമുക്കത് സോൾവ് ചെയ്യാം. പക്ഷേ ഇതിൽ ഞാനൊരു എക്സ്ട്രാ കൺസ്ട്രെയിൻ കൂടി കൊണ്ടുവരികയാണ്. എന്താ ഈ എഴുതിയിരിക്കുന്ന സാധനങ്ങൾ, അത് x1 x2 ഇൻറ്റിജറും കൂടി ആവണം. അതായത് നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ ഇൻറ്റഗ്രൽ സൊല്യൂഷൻ ആയിരിക്കണം. അതായത് നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇൻറ്റിജർ വാല്യൂസ് ആയിരിക്കണം. ആ ഒരു എക്സ്ട്രാ റെസ്ട്രിക്ഷൻ മാത്രമേ നമ്മളെ ഈ ഇൻറ്റിജർ ലീനിയർ പ്രോഗ്രാമിങ്ങിനുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അതിനെ ILP എന്നും വിളിക്കും. ഓക്കെ, ILP, ഇൻറ്റിജർ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. അപ്പോൾ ഇതാണ് സംഭവം, ഇത്രയേ ഉള്ളൂ. അപ്പം ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം നമുക്ക് തന്നാൽ അതിന് ഇങ്ങനത്തെ റെസ്ട്രിക്ഷൻ കൊടുക്കുക. ചിലപ്പോൾ ചില കേസിൽ നമുക്ക് മിക്സഡ് ഇൻറ്റിജർ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഉണ്ട്. അതായത് ഇപ്പോൾ സപ്പോസ് x1 ഇൻറ്റിജർ വേണം, പക്ഷേ x2 എന്താണ് ആവാം എന്ന് പറഞ്ഞാൽ അത് മിക്സഡ് ഇൻറ്റിജർ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ആയി. ഓക്കെ, അപ്പോൾ ഇതാണ് ശരിക്കും നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡീൽ ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഇൻറ്റിജർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമ്മൾ 2 ടെക്നിക്സ് നോക്കും. ഓക്കെ, അതിൽ ഫസ്റ്റാണ് കട്ടിംഗ് പ്ലെയിൻ മെത്തേഡ്, രണ്ടാമത്താണ് ഈ ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് മെത്തേഡ്. അപ്പോൾ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ സെക്ഷനിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതിലെ പ്രോബ്ലംസ് വളരെ ലെങ്തിയാണ്, ചെറിയ പ്രോബ്ലംസ് അല്ല. അതായത് ഓരോ സ്റ്റേജിലും നമ്മൾ ഒരുപാട് വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ സ്റ്റേജ് ഇമ്പ്രൂവ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് ഒരുപാട് ലെങ്തി ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. പക്ഷേ ഐഡിയ ആൻഡ് മെത്തേഡ് എല്ലാം ഓക്കെയാണ്, കാരണം നമുക്കത് സിമ്പിളാണ്. പക്ഷേ കുറച്ച് സ്റ്റെപ്സ് ഇൻവോൾവ് ആണെന്ന് മാത്രം. അപ്പോൾ ഇതിന് ആവശ്യമുള്ളത് ബേസിക്കലി നമുക്ക് ഡ്യുവൽ സിംപ്ലക്സ് മെത്തേഡ് അറിഞ്ഞിരിക്കണം. അതെ, അതാണ് നമുക്ക് കാര്യമായിട്ട് വേണ്ടത് ഈ കട്ടിംഗ് പ്ലെയിൻ മെത്തേഡിൽ. സെക്കൻഡിലും അതന്നെ ഡ്യുവൽ സിംപ്ലക്സ് മെത്തേഡും ഗ്രാഫിക്കൽ മെത്തേഡും. ഫസ്റ്റിലും ഗ്രാഫിക്കൽ മെത്തേഡും ഡ്യുവൽ സിംപ്ലക്സ് മെത്തേഡും അറിഞ്ഞിരിക്കണം, നമുക്ക് ചെയ്യാൻ പറ്റും. അത് 2 വേരിയബിൾസിൻ്റെ കേസിലൊക്കെയാണ് നമ്മൾ ചില ഈ ബ്രാഞ്ച് ആൻഡ് ബൗണ്ടിലൊക്കെ നമുക്ക് ഗ്രാഫിക്കൽ വെച്ച് തന്നെ ഡീൽ ചെയ്യാം. പക്ഷേ സിംപ്ലക്സ് മെത്തേഡ് അല്ല, 2 കൂടുതൽ വേരിയബിൾസ് വരുമ്പോൾ നമ്മൾ സിംപ്ലക്സ് മെത്തേഡ് ചെയ്യണം. അത് ഓരോ സ്റ്റെപ്പിലും നമ്മൾ സിംപ്ലക്സ് ഐറ്ററേഷൻ ചെയ്യണം. അപ്പം അങ്ങനത്തെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. നമുക്ക് എന്താ കാര്യം, ഇത് നോക്കാം, ഹൗ വി ക്യാൻ ഡിസ്കസ്. അപ്പോൾ അതിന് ചെറിയൊരു മോട്ടിവേഷൻ ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കൂ, നമ്മളിപ്പോൾ മോൾ എഴുതിയ പ്രോബ്ലം ഉണ്ടല്ലോ, ഈ പ്രോബ്ലത്തിന് ഞാൻ ഗ്രാഫിക്കലി സോൾവ് ചെയ്യാണ്. അപ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് ഗ്രാഫിക്കൽ മെത്തേഡിൽ സോൾവ് ചെയ്യാമെന്ന്. ഈ ഇൻഇക്വാളിറ്റീസ് ഒക്കെ ഇക്വാളിറ്റീസ് ആക്കി അതിൻ്റെ ഇക്വേഷൻസ് വരച്ചിട്ട് നിങ്ങൾ ഫീസിബിൾ റീജിയൻ കണ്ടുപിടിക്കും. അപ്പോൾ അങ്ങനെ വരച്ച ഒരു റീജിയനാണത്. അപ്പോൾ ഇതിൻ്റെ റീജിയൻ എന്ന് പറഞ്ഞാൽ, ഫീസിബിൾ റീജിയൻ എന്ന് പറഞ്ഞാൽ ഇവിടെ A, B, C, D, E, F, ഇതാണ് ഫീസിബിൾ റീജിയൻ. അതായത് നമ്മളെ ഇൻറ്റിജർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ആയിട്ടല്ല നമ്മളിതിനെ കാണുന്നത്, സാധാ ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് ആയിട്ട് കണ്ടിട്ട് നമുക്കൊരു ഫീസിബിൾ റീജിയൻ കിട്ടുമല്ലോ, ആ റീജിയനാണിത്. ഓക്കെ, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീജിയൻ. അതായത് നമ്മളൊരു അപ്പോൾ ഇവിടെ കിട്ടും നമുക്ക് A, B, C, D, E, F എന്നാണ്. അപ്പം നമുക്കറിയാം ഈ സൊല്യൂഷൻസ് എല്ലാം ഇതിൻ്റെ കോർണർ പോയിൻറ്റ്സിലാണ് ഉണ്ടാവുക. അപ്പം ഇതിൻ്റെ നമ്മളെല്ലാ പോയിൻറ്റ്സും കണ്ടുപിടിച്ച് വാല്യൂസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക എന്താ വെച്ചാൽ, ഇതിൻ്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ നമുക്ക് കിട്ടുക ഈ പോയിന്റിലാണ്. അതായത് 7/2 3/2. അതായത് ഈ C എന്ന പോയിന്റ്, ഇതാണ് 7/2 3/2. അപ്പോൾ ഈ പോയിന്റിലാണ് നമുക്ക് നമ്മളെ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒപ്റ്റിമം കിട്ടുക. ഓക്കെ, അത് നമുക്ക് സോൾവ് ചെയ്താൽ കിട്ടും. ഇനി ഈ പറഞ്ഞ റീജിയനിൽ നമുക്ക് കിട്ടിയ ഒരു റീജിയൻ ഉണ്ടല്ലോ, ABCDEF, ഈ റീജിയൻ്റെ അകത്ത് ഈ റീജിയൻ്റെ അകത്തുള്ള പോയിന്റ്സ് ആയിരിക്കണം അല്ലേ, ആ റീജിയനകത്തുള്ള പോയിന്റ്സ് പറഞ്ഞാൽ ഈ ഇത്രയും ഭാഗം മൊത്തം സാറ്റിസ്ഫൈ ചെയ്യും. പിന്നെ ഈ താഴെ പറഞ്ഞ ഈ കണ്ടീഷൻ കൂടി വരുമ്പം
നമ്മളെ ഈ x1 x2ൻ്റെ എന്താ പറയുക എണ്ണം കുറച്ച് കുറയും അല്ലേ, ഇൻറ്റിജേഴ്സ് പറ്റേ പറ്റുള്ളൂ. അപ്പോൾ ഈ തന്ന റീജിയൻ്റെ അകത്തുള്ള ഇൻറ്റിജേഴ്സ് കോമ്പിനേഷൻസ് ആയിരിക്കുമല്ലോ ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് അല്ലേ. x1 x2ൻ്റെ പോസിബിലിറ്റീസ് വെച്ച് നോക്കുമ്പോൾ ഈ റീജിയൻ്റെ അകത്ത് വന്ന് നമ്മൾ LP പ്രോബ്ലം ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഈ മൊത്തം റീജിയൻ്റെ അകത്ത് വരുന്ന എല്ലാ പോയിന്റ്സും സൊല്യൂഷൻസ് ആണ്. പക്ഷേ അതിൻ്റെ അകത്ത് ഒപ്റ്റിമൽ വരുന്നത് ഈ C എന്ന പോയിന്റിലാണ്. പക്ഷേ നിങ്ങൾ ആ x1 x2 റെസ്ട്രിക്റ്റ് ചെയ്യാണ്, അത് ഇൻറ്റിജേഴ്സേ പാടുള്ളൂ പറഞ്ഞാൽ ഈ റീജിയൻ്റെ അകത്തുള്ള പോയിന്റ്സ് എല്ലാം എന്തായാലും സൊല്യൂഷൻ ആവുള്ളൂ. അപ്പോൾ ഈ റീജിയൻ്റെ അകത്തുള്ള ഇൻറ്റിജർ കോർഡിനേറ്റ്സ് വരുന്ന പോയിന്റ്സ്, അതായത് x1 x2 രണ്ടും ഇൻറ്റിജേഴ്സ് ആയിരിക്കണം. അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യാൻ നോക്കിയാൽ നമുക്ക് കിട്ടുന്ന കുറച്ച് പോയിന്റ്സ് ഇതിൻ്റെ അകത്തുണ്ട്. ഏതൊക്കെയാണ്? ഞാൻ അത് റെഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. 10 20 30 22 21 11 01 02 12. ഏകദേശം ഒരു 9 പോയിന്റ്സ് നമുക്ക് കിട്ടും. അതായത് ഈ നമ്മൾ വരച്ച റീജിയൻ ഉണ്ടല്ലോ, ഈ കാണുന്ന റീജിയൻ ABCDEF എന്ന റീജിയൻ്റെ അകത്ത് വരുന്ന ഇൻറ്റിജർ കോർഡിനേറ്റ്സ് ഉള്ള പോയിന്റ്സ് അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇൻറ്റിജർ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ആയതുകൊണ്ട് ഇതിൻ്റെ സൊല്യൂഷൻസ് എന്നാൽ ഇൻറ്റിജേഴ്സ് ആയിരിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന ഒപ്റ്റിമൽ വാല്യൂ എങ്ങനെ നോക്കുക? ഈ ഇൻറ്റിജേഴ്സിലുള്ള ആ ഫംഗ്ഷൻ വാല്യൂ നോക്കിയാൽ മതി. നമ്മുടെ ഫംഗ്ഷൻ വാല്യൂ ഉണ്ടല്ലോ ഇൻറ്റിജേഴ്സിലുള്ള, ഈ ഇൻറ്റിജർ കോർഡിനേറ്റ്സ് വരുന്ന പോയിന്റ്സിലുള്ള ഫംഗ്ഷൻ 3x1 + 4x2. അപ്പോൾ നിങ്ങളിത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക എന്താ വെച്ചാൽ മാക്സിമം കിട്ടുക നമുക്ക് 5 = 14ലാണ്. 5 = 14, അതായത് അറ്റ് 0.22 ആണ് കിട്ടുക. ഓക്കെ, അപ്പം പക്ഷെ അത് ഗ്രാഫിക്കൽ മെത്തേഡിലൊക്കെ ഇൻ ജനറൽ ഇത് ഓക്കെ. പക്ഷെ നമുക്ക് ഇൻ ജനറൽ കുറേ വേരിയബിൾസ് വരുന്ന കേസിലൊക്കെ വരുമ്പോൾ നമ്മൾ എങ്ങനെ അത് ഡീൽ ചെയ്യും എന്നൊരു ചോദ്യമാണ് അല്ലേ. അപ്പം അതിനു വേണ്ടി നേരത്തെ ഞാൻ പറഞ്ഞ 2 മെത്തേഡ്സ് നമ്മളെ കയ്യിലുണ്ട്. കട്ടിംഗ് പ്ലെയിൻ മെത്തേഡും ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് മെത്തേഡും. 2 മെത്തേഡ്സ് നമ്മളെ കയ്യിലുണ്ട്. ഇതിൽ കട്ടിംഗ് പ്ലെയിൻ മെത്തേഡ് ആണ് നമ്മൾ ആദ്യം നോക്കുക. ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ കട്ടിംഗ് പ്ലെയിൻ മെത്തേഡാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സിമ്പിളായിട്ടൊരു ഐഡിയ ഞാൻ വരുന്നതെന്ന് പറയാം. ഇപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം നമ്മൾ LP ആയിട്ട് സോൾവ് ചെയ്തപ്പം നമുക്ക് ഇത് കിട്ടി സൊല്യൂഷൻ. പക്ഷേ ആസ് എ ഇൻറ്റിജർ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഇതിൻ്റെ സൊല്യൂഷൻ ഇതല്ല, കാരണം ഇത് ഇൻറ്റിജേഴ്സ് അല്ല. പക്ഷെ നിങ്ങൾക്കൊരു കാര്യം ഇവിടുന്ന് കാണാം, ഇവിടെ കുറച്ച് ലൈൻസ് എക്സ്ട്രാ വരച്ചിട്ടുണ്ട് ഇവിടെ. ഇപ്പോൾ നിങ്ങൾ ഈ ലൈൻ ഒന്ന് ശ്രദ്ധിച്ച് നോക്കും. അതായത് ഈ ലൈൻ, ഈ ഡോട്ട് പോകുന്ന ഈ ലൈൻ, ഇങ്ങനെ പോകുന്ന ഈ ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അത് x1 + x2 ≤ 4 ആണ്. അത് x1 + x2 = 4 ആണ്. x1 + x2 = 4. ഓക്കെ, ≤ അല്ല, ഞാൻ ലൈൻ എന്നാണല്ലോ പറഞ്ഞത്. അപ്പം അത് =4 എടുക്കുകയാണെങ്കിൽ, അതുപോലെ ഈ കാണുന്ന ലൈന് അല്ല, അതിപ്പോൾ തൽക്കാലം അങ്ങനെ x1 + x2 = 4 എടുക്കുക. അപ്പോൾ ആ ലൈൻ വരച്ച് കഴിഞ്ഞിട്ട്, അതായത് നമ്മളെ ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മളൊരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ ഈ x1 x2 എന്ന ഇൻറ്റിജേഴ്സ് നോഷൻ ഇല്ലാണ്ട് തന്നെ ഞാൻ അഥവാ ഒരു കൺസ്ട്രെയിൻറ്റ് ആഡ് ചെയ്യാണ്. ഇതാണ് എൻ്റെ കൺസ്ട്രെയിൻറ്റ്, x1 + x2 ≤ 4. ഓക്കെ, അങ്ങനെ ഞാൻ ഈ കൺസ്ട്രെയിൻറ്റ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം, എന്ത് കാണാം? കുറേ പോയിന്റ്സ് അവിടെ ഒഴിവായി കിട്ടുന്നുണ്ട്. അതായത് നിങ്ങൾ പറയുകയാണെങ്കിൽ ഈ ഇത്രയും റീജിയൻ എന്താ, ഇപ്പം ഞാൻ ഇതാ ഇവിടുന്ന് ഇവിടം വരെ, പിന്നെ ഇവിടുന്ന് ഇവിടം വരെ, പിന്നെ ഇവിടുന്ന് ഇത്രയും വരെ, ഈ റീജിയൻ അങ്ങോട്ട് പോയി കിട്ടും. പക്ഷെ ഈ റീജിയൻ പോയി കിട്ടിയാലും, അല്ല, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതിൻ്റെ മീനിങ് എന്താ? ഈ ലൈനിൻ്റെ താഴോട്ടായിരിക്കുമല്ലോ പോയിന്റ്സ് വരിക അല്ലേ, നമ്മൾ ഫീസിബിൾ റീജിയൻ വരയ്ക്കുമ്പോൾ. അപ്പോൾ ഈ റീജിയൻ പോയി കിട്ടും. ആ റീജിയൻ പോയി കിട്ടിയാൽ പോലും നമ്മളെ ഇൻറ്റിജർ സൊല്യൂഷൻസ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ. ഇൻറ്റിജർ സൊല്യൂഷൻസ് എവിടെയും പോകുന്നില്ലല്ലോ, അതൊക്കെ അവിടെ തന്നെ കിടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് റീജിയൻ ചെറുതായി കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് അല്ലേ. നമുക്ക് ഫീസിബിൾ റീജിയൻ ചെറുതായി കൊണ്ടുവരാൻ പറ്റും. അത് നമ്മൾ എക്സ്ട്രാ കൺസ്ട്രെയിൻസ് ആഡ് ചെയ്യുക അങ്ങനെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്യുന്ന കൺസ്ട്രെയിൻസ് നമ്മൾ കട്ട്സ് എന്ന് വിളിക്കും. CUTS, കട്ട്സ്. ഓക്കെ, ഇങ്ങനെ ആഡ് ചെയ്യുന്ന കൺസ്ട്രെയിൻസ് നമ്മൾ കട്ട്സ് എന്ന് വിളിക്കും.
അതായത് അത് ആഡ് ചെയ്യുമ്പം എന്താ വെച്ചാൽ നമുക്ക് നമ്മളെ ഇന്റീരിയർ സൊല്യൂഷൻസ് ഒന്നും പോകാണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഫീസിബിൾ റീജിയൻ ചെറുതായി ചെറുതായി കൊണ്ടുവരാൻ പറ്റും, സൊല്യൂഷനിലേക്ക് അടുക്കാൻ പറ്റും. അതുപോലത്തെ വേറൊരു കട്ടാണ് ഈ കാണുന്ന x2 ≤ 2. ആ ലൈൻ x2 = 2 ലൈൻ ഇതാണല്ലോ, ഈ കാണുന്ന ലൈനാണ്, ഇങ്ങനെ പോകുന്ന ലൈനാണല്ലോ. ഇതിന് താഴോട്ടാണ് സൊല്യൂഷൻ. ഒരു എക്സ്ട്രാ കണ്ടീഷൻ നിങ്ങൾ മുകളിൽ നമ്മളെ LPP-നൂടെ കൊടുക്കുകയാണെങ്കിൽ ഓബിയസ്ലി ഈ കാണുന്ന പോയിന്റ്സ് ഒക്കെ അതിനകത്ത് കിടക്കുന്നുണ്ട്. അവിടെ എവിടെയും പോയിന്റ്സ് ഒന്നും പോയി പോകുന്നില്ല, സൊല്യൂഷൻസ് ഇന്റീരിയർ സൊല്യൂഷൻസ് ഒന്നും പോയി പോകുന്നില്ല. അപ്പോൾ ഇത് വേറൊരു കട്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു എക്സ്ട്രാ ആയിട്ട് ഒരു കൺസ്ട്രെയിൻറ്റ് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഗ്രാഫിക്കലി പറയുമ്പോൾ നമ്മൾ കുറച്ച് പോയിന്റ്സ് ഒഴിവാക്കുകയാണ്, പക്ഷേ ഇന്റീരിയർ സൊല്യൂഷൻസ് ഒന്നും നഷ്ടപ്പെടുന്നില്ല ആ പ്രോബ്ലത്തിൻ്റെ. ആ രീതിയിൽ ഇമ്പ്രൂവ് ചെയ്ത് നമുക്ക് നമ്മുടെ സൊല്യൂഷനിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ആ ഒരു ടെക്നിക്കാണ് ഈ കട്ടിംഗ് പ്ലെയിൻ മെത്തേഡ് എന്ന് പറഞ്ഞ സംഭവം. ഓക്കെ, ആ ഒരു ടെക്നിക്കാണ് നമ്മൾ കട്ടിംഗ് പ്ലെയിൻ മെത്തേഡ് എന്ന് വിളിക്കുന്നത്. അപ്പം അതിൻ്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അതായത് ഇപ്പോൾ നിങ്ങളടുത്ത് ഇപ്പോൾ ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഇൻറ്റിജർ പ്രോഗ്രാമിംഗ് അല്ല ഞാൻ പറയുന്നത്, ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. ഇനീഷ്യലി ഉള്ള എക്സസൈസ് എല്ലാം > 0 എന്ന കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, അത് ഇൻറ്റിജേഴ്സും കൂടി ആണെന്നുള്ള കണ്ടീഷൻ ഇല്ല. അങ്ങനത്തെ ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൻ്റെ ഒരു ബേസിക് ഒപ്റ്റിമൽ സൊല്യൂഷൻ ആണ് x1 x2 xm 0 0 0. എങ്കിൽ നമുക്കറിയാം ലാസ്റ്റ് സ്റ്റേജിൽ ഒരു കനോണിക്കൽ ഫോം ഉണ്ടാവും. എന്തായാലും നമുക്ക് ഇപ്പോൾ x1 വാല്യൂ, കാരണം ഈ xm+1 മുതൽ xn വരെ എല്ലാം നോൺ ബേസിക് വേരിയബിൾസ് ആണ്. അപ്പോൾ ആ വേരിയബിൾസിൻ്റെ വാല്യൂസ് എല്ലാം സീറോസ് ആണ് അല്ലേ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇവിടെ തന്നെ സൊല്യൂഷൻ കിട്ടുന്നുണ്ട്. x1 = b1 ഡാഷ്, x2 = b2 ഡാഷ്, xm = bm ഡാഷ്. ആ രീതിയിൽ അത് കനോണിക്കൽ ഫോം നമ്മൾ എഴുതിയത്രേ ഉള്ളൂ. അപ്പോൾ ഇത് ഫീസിബിൾ സൊല്യൂഷൻ ആയതിനെക്കൊണ്ട് എല്ലാ എക്സൈസും എന്തായാലും > 0 ആയിരിക്കണം. കാരണം നമ്മളെ LP എടുക്കുകയാണ്, ജനറൽ നമ്മളെ LP ആണ്. അതിൻ്റെ അകത്ത് ഫീസിബിൾ സൊല്യൂഷൻ നമുക്ക് വേണ്ടത് അല്ല, ഇത് ഫീസിബിൾ സൊല്യൂഷൻ ആയിരിക്കും, കാരണം ഒപ്റ്റിമൽ സൊല്യൂഷൻ ആണല്ലോ, എന്തായാലും ഫീസിബിൾ സൊല്യൂഷൻ ആയിരിക്കും. ഓക്കെ, പക്ഷെ നമുക്ക് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ LP പ്രോബ്ലം എടുത്തു. അപ്പോൾ നമ്മൾ LP പ്രോബ്ലം എന്ന് പറഞ്ഞപ്പോൾ സപ്പോസ് മിനിമൈസ് f of x is equal to something subject to certain constraints and xi's are all greater than equal to 0. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെയാണ് നമ്മളിപ്പോൾ ആ ഒരു സൊല്യൂഷൻ എടുത്ത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ എക്സൈസും നമുക്ക് വേണ്ട സൊല്യൂഷൻസ് ഉണ്ടല്ലോ, ഫൈനൽ സ്റ്റേജിൽ കിട്ടുന്ന സൊല്യൂഷൻസ് എന്നാൽ ഈ നോൺ ബേസിക് വേരിയബിൾസും 0 കൊടുത്ത് എക്സൈസിൻ്റെ വാല്യൂ ആണ് നമ്മുടെ സൊല്യൂഷൻ. അതെല്ലാം ഇൻറ്റിജേഴ്സ് ആണെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല, നമ്മളെ ഇൻറ്റിജർ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിന് സൊല്യൂഷൻ കിട്ടി. ഇഫ് ഓൾ bi's ആർ ഇൻറ്റിജേഴ്സ്, ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഇൻറ്റിജേഴ്സ് ആണെന്നുള്ള കണ്ടീഷനും കൂടി ഇമ്പോസ് ചെയ്തു. അപ്പോൾ അങ്ങനെ കണ്ടീഷൻ ഇമ്പോസ് ചെയ്യുമ്പം ഓൾറെഡി നമുക്ക് കിട്ടിയ LP പ്രോബ്ലത്തിൻ്റെ ആ കറസ്പോണ്ടിങ് LP പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ ഓൾറെഡി ഇൻറ്റിജർ ആണ്. പിന്നെ നമുക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല. സോ അതവിടെ എഴുതിയിരിക്കുന്നത്, ഇഫ് ഓൾ bi's ആർ ഇൻറ്റിജേഴ്സ് we have solution of the integer linear programming problem and nothing more have to be done. ഒന്നും ചെയ്യാനില്ല ബാക്കി. ബട്ട് ഇൻ ജനറൽ ഇറ്റ് മേ നോട്ട് ബി ട്രൂ. അതായത് ഇൻ ജനറൽ നമുക്ക് ഈ bi'സിൻ്റെ വാല്യൂ നമുക്ക് സൊല്യൂഷൻസ് കിട്ടുമ്പം ആ ഫൈനലായിട്ട് കിട്ടുന്ന ബേസിക് വേരിയബിൾസിൻ്റെ വാല്യൂസ് എന്താ പറയുക, ഇതായിക്കോണമെന്നില്ല. എന്തായിക്കോണമെന്നില്ല? ഇൻറ്റിജേഴ്സ് ആയിക്കോണമെന്നില്ല. ഓക്കെ, ഇൻറ്റിജേഴ്സ് ആയിക്കോണമെന്നില്ല. അപ്പോൾ ആ കേസ് നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, സോ അതിനുള്ള പ്രൊസീജിയറാണ് നമുക്ക് കട്ടിംഗ് പ്ലെയിൻ മെത്തേഡിൽ ഇവർ തരുന്ന ആ ഒരു പെർട്ടിക്കുലർ കേസ്. അപ്പം സപ്പോസ് ഒരു പെർട്ടിക്കുലർ BI, ഇതിൽ ഏതെങ്കിലും ഒരു BI ഇൻറ്റിജർ അല്ല വിചാരിക്കാം, നോൺ ഇൻറ്റിജർ ആണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾ അതിന് കറസ്പോണ്ടിങ് ഇക്വേഷൻ എടുത്ത് എഴുതുക. എന്നിട്ട് ഈ BI ഡാഷ് എന്ന് പറഞ്ഞാൽ ഇൻറ്റിജർ അല്ലാത്ത വാല്യൂ, ഓക്കെ, സപ്പോസ് അത് ഒരു 7/2 ആണെന്ന് വിചാരിക്കാം, ഇൻറ്റിജർ അല്ലാത്ത വാല്യൂ. അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ BI ഡാഷിന് നിങ്ങൾ സ്ക്വയർ BI ഡാഷ് പ്ലസ് ഇത് ശരിക്കും ഉദ്ദേശിക്കുന്നത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷനാണ്. BI ഡാഷ് പ്ലസ് ബീറ്റ i എന്ന് എഴുതണം. അതായത് ഇതിനപ്പം ഇങ്ങനെ എഴുതാൻ പറ്റും നമുക്ക് 3, അതായത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ലെസ് ദാൻ BI. ഇപ്പോൾ 3.5നെക്കാട്ടും ചെറുതായിട്ടുള്ള ഏറ്റവും വലിയ ഇൻറ്റിജർ ഏതാ?
3 ആണ്. അപ്പോൾ 3 പ്ലസ് ബീറ്റ ഐ എന്ന് പറഞ്ഞാൽ 1/2 ആക്കി എഴുതണം. അതേപോലെ നിങ്ങൾ ഈ കാണുന്ന നോൺ ബേസിക് വേരിയബിൾസിൻ്റെ എല്ലാ കോഎഫിഷ്യൻസും ഇതേപോലെ എടുത്ത് എഴുതണം. അതും ഇപ്പോൾ 7/2 അല്ലെങ്കിൽ 3/2 ഒക്കെ ആണെങ്കിൽ എങ്ങനെ എഴുതണം? ഇതേപോലെ തന്നെ 3/2 1.5 അല്ലേ? അപ്പോൾ 1 പ്ലസ് ഹാഫ് ആ രീതിയിൽ എഴുതണം. അപ്പോൾ ആൽഫ ഐ ജി എസ് എന്നാൽ ഒരു ആൽഫ ഐ എന്ന് പറഞ്ഞാൽ ആ ഹാഫാണ് അങ്ങനെ. ഓക്കെ, സോ ഇവിടെ the greatest integer less than bi dash and here ai is the greatest integer less than or equal to aij dash. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് എന്താ കിട്ടുക വെച്ചാൽ ഈ ക്വാണ്ടിറ്റി എന്തായാലും ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആയിരിക്കും. ഈ ക്വാണ്ടിറ്റി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആണ്, കാരണം നമ്മളെ ബി ഐ ഫീസിബിൾ സൊല്യൂഷൻ ആണ്. അപ്പോൾ എന്തായാലും പോസിറ്റീവ് നോൺ നെഗറ്റീവ് ആയിരിക്കുമല്ലോ. അപ്പോൾ എന്തായാലും അത് എല്ലാം ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആയിരിക്കും. പിന്നെ ഇങ്ങനെ ബീറ്റ എടുത്തു കഴിഞ്ഞാൽ ബീറ്റ ഐ എടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ബീറ്റ ഐ എടുത്താൽ അത് 0ൻ്റെ 1 എടുക്കുകയായിരിക്കും. പിന്നെ ആൽഫ ഐ ജി എടുത്താൽ 0ൻ്റെ 1 എടുക്കുകയായിരിക്കും. ഓക്കെ, ഈ രീതിയിൽ മാറ്റി എഴുതുക. എന്നിട്ട് ഇത് ജസ്റ്റ് പ്രൊസീജിയർ പറഞ്ഞു പോകാം. നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ആ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇനി നമുക്ക് നമ്മുടെ അടുത്തുള്ള കണ്ടീഷനിൽ നമ്മൾ അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആ പെർട്ടിക്കുലർ ഇക്വേഷൻ ഉണ്ടല്ലോ, നമ്മുടെ അടുത്തൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. ഏതാ ഇക്വേഷൻ? ഈ 17ാമത്തെ ഇക്വേഷൻ. ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ പറഞ്ഞ എ ഐ ജെ ഡാഷും ബി ഐ ജെ ഡാഷും ഒക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഈ രീതിയിൽ കിട്ടും. ഓക്കെ, ഈ രീതിയിൽ മാറ്റി ചെയ്താൽ നമുക്ക് അതിനകത്ത് ബീറ്റ ഐ മൈനസ് സമ്മേഷൻ ജെ ഈക്വൽ എം പ്ലസ് 1 to n ആൽഫ ഐ ജെ എക്സ് ജെ എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ ഒരു ഇൻറ്റിജർ ഫീസിബിൾ സൊല്യൂഷൻ കിട്ടണമെങ്കിൽ എന്താ പറയുക, ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്തായാലും ഒരു ഇൻറ്റിജർ ആവണം. ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇതിൻ്റെ എൽ എച്ച് എസ് ഒരു ഇൻറ്റിജർ ആവണം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഇത് ഈക്വൽ ടു അതിനെ കൊണ്ട് ഈ പോർഷനും ഇൻറ്റിജർ ആവും, അതായത് ആർ എച്ച് എസും ഇൻറ്റിജർ ആവും. പക്ഷെ അതിലൊരു കാര്യം എന്താ വെച്ചാൽ ഈ ഒരു പോർഷൻ ഇത്രയും വരുന്ന പോർഷൻ ശരിക്കും ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആണ്. കാരണം ഈ ആൽഫ ഐ ജി എസ് വരുന്നത് 0 എന്ന് 1 എടുക്കാണ്. എക്സ് ജി എസ് ഫീസിബിൾ അതിനെക്കൊണ്ട് നോൺ നെഗറ്റീവ് ആയിരിക്കും. അപ്പം ഈ മൊത്തം ക്വാണ്ടിറ്റി പറഞ്ഞാൽ ബീറ്റ ഐനെക്കാട്ടും ചെറുതായിരിക്കും. അപ്പോൾ ബീറ്റ ഐനെക്കാട്ടും ചെറുതായിട്ടുള്ളൊരു ഇൻറ്റിജർ ആയിരിക്കും ഈ പറയുന്ന സാധനം ബീറ്റ ഐ മൈനസ് സമ്മേഷൻ ജെ ഈക്വൽ എം പ്ലസ് 1 to n എ ഐ ജെ എക്സ് ജെ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. ഇനി പക്ഷെ ബീറ്റ ഐ 0ൻ്റെയും 1ൻ്റെയും അടുക്കാണ് ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ക്വാണ്ടിറ്റീൻ്റെ വാല്യൂ എന്തെങ്കിലും ലെസ് ദാൻ ഈക്വൽ ടു 0 ആയിരിക്കും. അത് ഇൻറ്റിജർ ആയിരിക്കും, പക്ഷേ ലെസ് ദാൻ ഈക്വൽ ടു ബീറ്റ ഐ എന്ന് കുറച്ച് ബീറ്റ ഐൻ്റെ വാല്യൂ എന്തായാലും 0ൻ്റെ 1ൻ്റെ അടുക്കേ കിട്ടുള്ളൂ. അപ്പം ഈ ക്വാണ്ടിറ്റി ലെസ് ദാൻ ഈക്വൽ ടു 0 ആയിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? സമ്മേഷൻ ജെ ഈക്വൽ എം പ്ലസ് 1 to n ആൽഫ ഐ ജെ എക്സ് ജെ ലെസ് ദാൻ ഈക്വൽ ടു ബീറ്റ ഐ എന്ന് എഴുതാം. അപ്പോൾ ഈ ശരിക്കും നമുക്ക് ഇപ്പോൾ കിട്ടിയ സാധനമാണ് ശരിക്കും നമ്മളെ ഒരു കട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു കൺസ്ട്രെയിൻറ്റ്, നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്നൊരു കൺസ്ട്രെയിൻറ്റ്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തൊരു സൊല്യൂഷൻ ഉണ്ടായിരുന്നല്ലോ, x1 x2 എക്സെട്ര xn പിന്നെ 0 0 0 0. ആ സൊല്യൂഷൻ നിങ്ങൾ ഇതിൽ കൊടുക്കുകയാണെങ്കിൽ എന്ത് കിട്ടും? ബീറ്റ ഐ മൈനസ് സമ്മേഷൻ ജെ ഈക്വൽ എം പ്ലസ് 1 to n ആൽഫ ഐ ജെ ഇൻറ്റു എക്സ് ജെ. ഈ എക്സസ് എല്ലാം 0 ആയിരിക്കും. എം പ്ലസ് 1 to n ആണല്ലോ, അപ്പോൾ എന്താ അത് ഈക്വൽ ടു ബീറ്റ ഐ ആണ്. അങ്ങനെ ആകുമ്പോൾ എന്താ വരിക? അതായത് നമുക്ക് എന്താ കിട്ടുക? ഈ ക്വാണ്ടിറ്റി പറഞ്ഞാൽ ബീറ്റ ഐ എന്ന് കിട്ടും, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 0. അതായത് നമുക്കൊരു പുതിയ കൺസ്ട്രെയിൻറ്റ് കിട്ടി, അതായത് ഈ 20 എന്ന കൺസ്ട്രെയിൻറ്റ് കിട്ടി, വിച്ച് ഇസ് സാറ്റിസ്ഫൈഡ് ബൈ ദ ഇൻറ്റിജർ സൊല്യൂഷൻസ് ഓഫ് ദ പ്രോബ്ലം ബട്ട് കട്ട്സ് ഔട്ട് ദ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഓഫ് ദ എൽ പി പ്രോബ്ലം പ്രൊവൈഡഡ് ഇറ്റ് ഈസ് ഓൺ ഇൻറ്റഗ്രൽ. അതായത് നമ്മളെ എൽ പി പ്രോബ്ലത്തിൻ്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഒഴിവാക്കും, വിച്ച് ഇസ് നോൺ ഇൻറ്റഗ്രൽ ആയിട്ടുള്ള ഇൻറ്റിജർ കോർഡിനേറ്റ്സ് വരാത്ത കേസാണെങ്കിൽ അതിനെ ഒഴിവാക്കും. പക്ഷേ ഇൻറ്റിജറിലാണെങ്കിൽ അത് പോവില്ല, അവിടെ തന്നെ കാണും. അപ്പോൾ ആ രീതിയിൽ ഒഴിവാക്കാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കൺസ്ട്രെയിൻ്റ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന ഈ കൺസ്ട്രെയിൻറ്റ്. അങ്ങനെ ഈ കൺസ്ട്രെയിൻ്റെ കേസിൽ നമ്മൾ സ്ലാക്ക് വേരിയബിളൊക്കെ ആഡ് ചെയ്ത് നമ്മൾ ഡുവൽ സിംപ്ലക്സ് മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ഇത് സോൾവ് ചെയ്തെടുക്കും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുക. ഇവിടെ നമ്മൾ ഇപ്പോൾ പറഞ്ഞു, ഒന്നുകൂടി കുറച്ച് ബാക്കോട്ട് പോകാം. ഇവിടെ നമ്മളിങ്ങനെ മാറ്റി എഴുതിയല്ലോ, ഇങ്ങനെ മാറ്റി എഴുതി നമ്മളടുത്ത് ഓൾറെഡി ഉള്ളൊരു കൺസ്ട്രെയിൻറ്റ്, അതിനാണ് നമ്മൾ ഈ രീതിയിൽ മാറ്റി എഴുതുന്നത്. അപ്പോൾ ആ കൺസ്ട്രെയിൻറ്റ് ശരിക്കും ആ എൽ പി പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻസ് ഫീസിബിൾ സൊല്യൂഷൻ എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നൊരു കൺസ്ട്രെയിൻ്റ് ആണ് അല്ലേ.
അപ്പം അങ്ങനെ മാറ്റി എഴുതി കഴിഞ്ഞാൽ ഈ കൺസ്ട്രെയിൻറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇറ്റ്സ് ആക്ച്വലി വൺ ഓഫ് ബീങ് ദ കൺസ്ട്രെയിൻസ് ഇറ്റ് മസ്റ്റ് ബി സാറ്റിസ്ഫൈഡ് ബൈ എവറി ഫീസിബിൾ സൊല്യൂഷൻ ആസ് വെൽ ആസ് റിലേറ്റഡ് എൽ പി പ്രോബ്ലം. അതായത് ഇൻറ്റിജർ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം അത് സാറ്റിസ്ഫൈ ചെയ്യും, അതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള എൽ പി പ്രോബ്ലം സാറ്റിസ്ഫൈ ചെയ്യും. കാരണം ഈ ഇൻറ്റിജർ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്ന് പറയുന്ന സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം സൊല്യൂഷൻ്റെ അകത്താണല്ലോ വരിക, പോയിന്റ്സ് ആയിട്ട് വരിക അല്ലേ, അതിൻ്റെ ഉള്ളിൽ കണ്ടന്റ് ആയിട്ടാണ് വരിക. അപ്പം ആ രീതിയിൽ നമുക്കിത് പറയാം. പിന്നെ ഇതൊരു ഇൻറ്റിജർ സൊല്യൂഷൻ കിട്ടണമല്ലോ നമുക്ക്, നമ്മളെ ഇൻറ്റിജർ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഒരു ഇൻറ്റിജർ സൊല്യൂഷൻ കിട്ടണം. അങ്ങനെ ആകുമ്പം ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ക്വാണ്ടിറ്റി ഇത് ഓൾറെഡി ഇൻറ്റിജർ ആണ്. ഓക്കെ, പിന്നെ ഇതിൽ നമുക്ക് എക്സൈൻ്റെ വാല്യൂ ആണ് കിട്ടുക. ഇതും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്തായാലും ഈ വാല്യൂ എന്തായാലും ഇൻറ്റിജർ ആയേ പറ്റും, അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ ആവുള്ളൂ. അപ്പോൾ ഇത് ഇൻറ്റിജർ ആവണമെങ്കിൽ എന്താ പറയുക, ഈ ക്വാണ്ടിറ്റി മൊത്തം ഇൻറ്റിജർ ആവുന്ന മീനിങ് എന്താ, ഇതും ഇൻറ്റിജർ ആണെന്നാണ്. ഓക്കെ, അങ്ങനെയാണ് നമ്മളിവിടെ ഈ ഒരു ആർഗ്യുമെൻറ്റ് പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് പുതിയ കൺസ്ട്രെയിൻസ് കിട്ടി. ഇനി നമുക്കൊരു പ്രോബ്ലം നോക്കി നോക്കാം, ഇതിലെങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ പ്രോബ്ലം, ഒരു മാക്സിമൈസേഷൻ പ്രോബ്ലം ആണ്. മാക്സിമൈസ് 5 is equal to 3x1 plus 4x2 subject to certain constraints. നോൺ നെഗറ്റിവിറ്റി ഉണ്ട്, ഇൻറ്റിജേഴ്സും ആയിരിക്കണം. അപ്പോൾ ഇതൊരു ഇൻറ്റിജർ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ആണ്. ഇത് നമ്മളെ കട്ടിംഗ് പ്ലെയിൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്യാൻ പോവാണ്. ഇതിനെ മിനിമൈസേഷൻ ആക്കുകയാണ് പ്രോബ്ലത്തിന്, കാരണം എനിക്കിത് സോൾവ് ചെയ്യുന്നത് ഞാൻ സിംപ്ലക്സ് വെച്ചിട്ടാണ്, സിംപ്ലക്സിൻ്റെ ഹെൽപ്പ് എടുക്കുന്നുണ്ട്. അപ്പം മിനിമൈസേഷൻ ആക്കുമ്പോൾ എങ്ങനെയാവും, മിനിമൈസേഷൻ ആക്കി പിന്നെ ആവശ്യമുള്ള വേരിയബിൾസ് ഒക്കെ ആഡ് ചെയ്തു, ഈക്വാലിറ്റി ആക്കി. അപ്പോൾ ഇവിടെ ഒരു ആർട്ടിഫിഷ്യൽ വേരിയബിൾ വരുന്നുണ്ട് x7 എന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്, അതുകൊണ്ട് ഞാൻ അധികം പറയുന്നില്ല. അപ്പം ഇങ്ങനെ ചെയ്യുമ്പം ഇവിടെ എല്ലാം ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആണ്, ഇൻറ്റിജേഴ്സും ആണ്. ഓക്കെ, രണ്ടും കൂടിയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കറിയാം, ഇങ്ങനത്തെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുക, അതന്നെ ഇവിടെയും ചെയ്യേണ്ടത്. അതായത് നമ്മൾ ഈ കട്ടിംഗ് പ്ലെയിൻ മെത്തേഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമ്മൾ ഈ കറസ്പോണ്ടിങ് പ്രോബ്ലത്തിൻ്റെ ഇവിടെ നിന്നാണ് ഇനീഷ്യൽ അല്ല ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്നാണ് നമ്മളിതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയ എൽ പി പ്രോബ്ലത്തിൻ്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ കാണണം. അവിടെ നിന്നാണ് നമ്മൾ ഒരു പെർട്ടിക്കുലർ എന്താ പറയുക BI വാല്യൂ ഒരു എന്താ പറയുക ഇൻറ്റിജർ അല്ലെങ്കിൽ നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഇക്വേഷൻ എടുത്ത് മാറ്റി എഴുതി അതിൻ്റെ അകത്ത് ചെറിയ മാറ്റം വരുത്തിയിട്ടാണ് നമുക്ക് പുതിയ കൺസ്ട്രെയിൻറ്റ് കിട്ടുക. അങ്ങനെ ആ പുതിയ കൺസ്ട്രെയിൻറ്റുകൾ കൂട്ടി ഈ എല്ലാ കൺസ്ട്രെയിൻസിൻ്റെ കൂടെ ഈ പുതിയ കൺസ്ട്രെയിൻറ്റുകൾ കൂട്ടി നമ്മൾ ആ സോൾവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു ഭാഗം ഒഴിവായി കിട്ടുക. അതായത് നമ്മളെ ഫീസിബിൾ റീജിയൻ്റെ ഒരു പോർഷൻ നമുക്ക് ഒഴിവായി കിട്ടും. ആ ഒഴിവാക്കുന്ന റീജിയനിൽ എന്താണ് ഈ ഇൻറ്റിജർ സൊല്യൂഷൻസ് അല്ലാത്ത റീജിയൻ ഉണ്ടാവും, അത് അങ്ങോട്ട് കട്ട് ചെയ്ത് കിട്ടും. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, ഈ ഒരു ടെക്നിക്ക് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം തന്നെ നമ്മൾ LPൻ്റെ സൊല്യൂഷൻ കാണണം. അപ്പോൾ ഇത് 2 ഫേസ് മെത്തേഡ് ചെയ്യാൻ പോവാണ്, കാരണം ഇത് ആർട്ടിഫിഷ്യൽ വേരിയബിൾ വരുന്ന കേസാണ്. അപ്പോൾ 2 ഫേസ് മെത്തേഡിലാണ് ഞാൻ ചെയ്യുന്നത്. അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്, അതുകൊണ്ട് ഞാൻ അധികം സ്ട്രെസ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫേസിലെ മിനിമൈസേഷൻ പ്രോബ്ലം എന്താണ്, മിനിമൈസ് W is equal to x7. അവിടെ എന്താണോ ആർട്ടിഫിഷ്യൽ വേരിയബിൾ അതെടുക്കും, അതിൻ്റെ വാല്യൂ 0യിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് നമ്മളെ ഫേസ് 1 കഴിയും. എന്നിട്ട് നമ്മൾ സെയിം ടേബിൾ അടിച്ച് ഫേസ് 2 വർക്ക് ചെയ്യും. അങ്ങനെ നമ്മൾ ചെയ്യുക. അപ്പോൾ ഇത് നിങ്ങൾ നോക്കൂ, ഇതിലിപ്പോൾ ഫസ്റ്റ് ടേബിൾ ഇങ്ങനെയാണ് വരിക. അത് ഈ സെയിം നമ്മുടെ അടുത്തുള്ള ഈ ഇക്വേഷൻസ് ഉണ്ടല്ലോ, ഈ സെറ്റ് ഓഫ് ഇക്വേഷൻസ് നമ്മൾ എങ്ങനെയാണോ സിംപ്ലക്സ് ചെയ്യാറ് അത് തന്നെ അങ്ങനെ എടുത്ത് എഴുതിയാൽ ഇങ്ങനെ ഒരു മെട്രിക്സ് കിട്ടും. ഇതിൻ്റെ അകത്ത് നമ്മൾ റിവൈസ് ചെയ്യുന്ന ടെക്നിക്കൊക്കെ സെയിം ആണ്. നമുക്കറിയാം എങ്ങനെ റിവൈസ് ചെയ്യേണ്ടത്. ഇൻകമിങ് വേരിയബിൾ കാണണം, ഔട്ട് ഗോയിങ് വേരിയബിൾ കാണണം. അപ്പോൾ ഇതിൽ x1ഉം x2ഉം രണ്ടുപേർക്കും -2 ആണ് വരുന്നത് ഇവിടെ വാല്യൂ. അപ്പോൾ രണ്ടുപേരും ബേസിസിലേക്ക് കയറാൻ റെഡിയായി നിൽക്കുകയാണ്. പക്ഷേ നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് ഒരാളെ ചൂസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്ന ഇവിടെ x1 തന്നെയാണ്. ഈ x7 റീപ്ലേസ് ആവുന്നത് x1 ആയിട്ടാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ യൂഷ്വലായി ചെയ്യുന്ന പോലെ ആ ടേബിൾ റിവൈസ് ചെയ്യുക. ഓക്കെ, നമുക്കൊരു പുതിയ ടേബിൾ കിട്ടും. നമ്മൾ സാധാരണ ചെയ്യുന്നത് ഇതാണ് ഇൻകമിങ് വേരിയബിൾ എങ്കിൽ ഇതാണ് ഔട്ട് ഗോയിങ് വേരിയബിൾ എങ്കിൽ ഇതിനെ 1 ആക്കും, ബാക്കിയെല്ലാം 0 ആക്കും. അപ്പോൾ ആ പ്രോസസ്സിൽ എല്ലാ റോസും മാറും. യൂഷ്വൽ നമ്മൾ സിംപ്ലക്സ് മെത്തേഡ് ചെയ്ത ടെക്നിക്ക്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ
നിങ്ങൾക്കിതാ അടുത്ത സ്റ്റെപ്പ് തന്നെ അപ്പോൾ ഫേസ് 1 കഴിയും. നമുക്ക് ഡബ്ല്യൂൻ്റെ വാല്യൂ 0 കിട്ടും. -w 0 ആണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ 0 കിട്ടും. അപ്പോൾ നമ്മളെ വർക്ക് അവിടെ കഴിയും. എന്നിട്ട് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഫേസ് 2ലേക്ക് സെയിം ടേബിൾ എടുത്ത് എഴുതിയിട്ട് നമ്മളത് വീണ്ടും റിവൈസ് ചെയ്യും. അങ്ങനെ റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ടേബിൾ ഈ ടേബിളാണ്, തേർഡ് ടേബിളാണ്. ഓക്കെ, അപ്പോൾ ഇത് റിവൈസ് ചെയ്യും. ഈ സ്റ്റെപ്സൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്ത സ്റ്റെപ്സാണ്. അപ്പോൾ ഞാൻ എന്തായാലും നമുക്ക് ഫൈനൽ സ്റ്റേജിലേക്ക് എടുക്കുകയാണ്. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്സാണ്. അത് ഞാൻ പറഞ്ഞത് ഒരുപാട് ഇതിൽ ഫസ്റ്റ് നമ്മൾ LP സൊല്യൂഷൻ കാണണം, പിന്നെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇമ്പ്രൂവ് ചെയ്യണം. അങ്ങനെ കുറച്ച് വർക്കുള്ളൊരു പ്രോബ്ലമാണ് ശരിക്കും ഇത്. ഓക്കെ, കുറച്ച് ലെങ്തി ആണത്. പക്ഷെ അതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള കാര്യമാണ് ഞാനിപ്പം നമുക്ക് പറഞ്ഞു തരുന്നത്. കാരണം ഇതൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്ത കാര്യങ്ങളാണ്, നമുക്കറിയാം എങ്ങനെ ഇത് സോൾവ് ചെയ്യണം എന്ന്. അപ്പം ഇതിങ്ങനെ ഫൈനൽ സ്റ്റേജിൽ എത്തിക്കുക. അപ്പോൾ നമുക്ക് ഒപ്റ്റിമൽ സൊല്യൂഷൻ കിട്ടി. കാരണം ഇവിടെ നമുക്ക് എല്ലാ നെറ്റ് വാല്യൂഷൻസും ഗ്രേറ്റർ 0 ആയി. അപ്പോൾ നമുക്ക് ഒപ്റ്റിമൽ സൊല്യൂഷൻ കിട്ടി. അത് LPൻ്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ കിട്ടി. അപ്പോൾ എന്താ സൊല്യൂഷൻ കിട്ടിയത്? നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ x1 = 7/2, x1 = 7/2 and x2 = 3/2 and x4 = 15/2, x6 = 9. അപ്പം ഇതെല്ലാം കൂടി നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്കൊരു വാല്യൂ കിട്ടും. നിങ്ങളെ ഫൈല്, അതായത് നമ്മളെ ഫൈലിൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ നമ്മൾ ഈ വാല്യൂസ് കൊടുത്താൽ നമുക്ക് നമ്മളൊരു വാല്യൂ കിട്ടും. അതാണ് ഈ കൊടുത്തിരിക്കുന്ന വാല്യൂ 33/2 എന്ന് കിട്ടും. ഇനിയാണ് നമ്മൾ ഈ കട്ടിംഗ് പ്ലെയിൻ മെത്തേഡ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ നമ്മുടെ അടുത്തൊരു സൊല്യൂഷൻ ഉണ്ടാവണം. ഓക്കെ, അതായത് ഒപ്റ്റിമൽ സൊല്യൂഷൻ ഉണ്ടാവണം ആ പ്രോബ്ലത്തിൻ്റെ. അപ്പോൾ ഒപ്റ്റിമൽ സൊല്യൂഷൻ നമ്മുടെ കയ്യിലുണ്ട്. ആ ഒപ്റ്റിമൽ സൊല്യൂഷനിലെല്ലാം അപ്പോൾ ബേസിക് വേരിയബിൾസും എല്ലാം ശരിക്കും ഇൻറ്റിജർ വാല്യൂസ് ആണെങ്കിൽ നമുക്ക് എന്തായി, നമുക്കൊന്നും ചെയ്യാനില്ല, നമ്മൾ പ്രോബ്ലം ഫിനിഷായി. പക്ഷേ അത് ഇൻറ്റിജേഴ്സ് അല്ലെങ്കിൽ, ഇത് കണ്ടത് ഇവിടെ ഇപ്പോൾ x1 x2 ഒന്നും ഇൻറ്റിജേഴ്സ് അല്ല. അങ്ങനത്തെ കേസിലാണ് നമ്മൾ ഫർദർ മുമ്പോട്ട് പോവുക. ഓക്കെ, ഫർദർ മുമ്പോട്ട് പോവുക. അപ്പോൾ നമുക്കത് അപ്പോൾ ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കൂ, നിങ്ങളിപ്പം x1ഉം x2ഉം x4ഉം ഇത് ഒന്നും ഇൻറ്റിജേഴ്സ് അല്ല. ഇതൊക്കെ ബേസിക് വേരിയബിൾസ് ആണ്. x4ഉം 15/2 ഇതൊന്നും ഇൻറ്റിജേഴ്സ് അല്ല. അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഈ ബുക്കിൽ അങ്ങനെ ഒരു സ്പെസിഫിക് ഒന്നും പറയുന്നില്ല. പക്ഷെ ഞാൻ വേറൊരു ബുക്കിൽ ഞാൻ റെഫർ ചെയ്തപ്പോൾ കണ്ടു വെച്ചാൽ അതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ കിട്ടിയിരിക്കുന്ന ഒപ്റ്റിമൽ സൊല്യൂഷനിലുള്ള വാല്യൂസ് ഈ ഫ്രാക്ഷണൽ ഫോമുള്ള വാല്യൂസ് മാറ്റി എഴുതാം. അപ്പോൾ 3/2 പറഞ്ഞാൽ 1.5 അല്ലേ, അത് നമുക്ക് 1 + ½ എന്ന് എഴുതാം. 15/2 എന്ന് പറഞ്ഞാലും എത്ര വരിക, 7, അത് 7 1/2 ആണ്. ഇത് 1 + ½ അല്ലെങ്കിൽ 1 1/2 എന്ന് എഴുതാം അല്ലേ, 1.5 അല്ല, ഇത് 7.5 പിന്നെ 7/2 എന്ന് പറഞ്ഞാൽ 3.5. ശരിക്കും ഇങ്ങനെ എഴുതി കഴിഞ്ഞതിന് ശേഷം ഈ വരുന്ന പോർഷൻ ഉണ്ടല്ലോ, ഇതിൽ മാക്സിമം ഏതാണോ അതാണ് നമ്മൾ എടുക്കേണ്ടത്. പക്ഷേ ഈ കേസിലെല്ലാം സെയിം ആണ്. ഓക്കെ, പക്ഷേ ഈ നമ്മളെ ബുക്കിൽ അങ്ങനെ ഒരു ഇതൊന്നും പറയുന്നില്ല. ഇത് ഗോമറി കട്ട് എന്ന് പറഞ്ഞൊരു ടെക്നിക്ക് ഉണ്ട് അതിൻ്റെ അകത്ത്, പക്ഷെ അതും ഇത് തന്നെയാന്ന് തോന്നുന്നു. പക്ഷേ ഇതിൽ ഈ ബുക്കിൽ അങ്ങനെ ഒരു സ്പെസിഫിക്കേഷൻ എവിടെയും കണ്ടില്ല. അപ്പം നിങ്ങൾ തൽക്കാലം ഇങ്ങനെ വർക്ക് ചെയ്താൽ മതി. അതായത് നിങ്ങൾ ഇതിൽ മാക്സിമം എടുക്കുക. ഇപ്പം നിങ്ങൾ മാക്സിമം എടുത്ത് ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ സ്റ്റെപ്സ് കൂടുന്നു മാത്രമേ ഉള്ളൂ ചില കേസുകളിൽ, മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൻ്റെ ഒരു അവസ്ഥ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഒരു ടെക്നിക്കിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്സിൽ തീരും എന്ന് മാത്രമൊരു റിസൾട്ടേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഐഡിയ വെച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ എടുക്കുന്നത് x1 = 7/2 ആണല്ലോ. അപ്പം ഇതാണ് എടുക്കുന്നത്. അപ്പോൾ അതായത് ഞാൻ ഉദ്ദേശിച്ചത്, നമ്മളിപ്പം നിങ്ങൾ നേരത്തെ നമ്മൾ ആ ടെക്നിക്ക് പറഞ്ഞല്ലോ, ആ ടെക്നിക്ക് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ നമ്മൾ ലാസ്റ്റ് കാനോനിക്കൽ ഫോം എത്തിക്കഴിഞ്ഞാൽ ചില BIs എന്താ പറയുക, ഇതാവാത്തുണ്ടാവും. എന്താവാത്തുണ്ടാവും, ഇൻറ്റിജേഴ്സ് അല്ലാത്തുണ്ടാവും. അതിൽ ഏതാണെന്ന് വെച്ചാൽ അത് എടുക്കാനാണ് പറഞ്ഞത്. അത് വെച്ചിട്ട് നമ്മളിത് ചെയ്യുന്നത്, ആ പുതിയ കൺസ്ട്രെയിൻ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ ഒന്ന് കൂടുതലുണ്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒന്ന് എടുക്കാം. നമുക്ക് ഒരുമിച്ച് നല്ല എല്ലാം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ ഞാൻ ഒന്ന് എടുക്കുകയാണ്. അതായത് x1 =
7/2 ആ കേസ്. അപ്പോൾ ഇതിലിപ്പം അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇത് ശരിക്കും ഈ സ്റ്റേജിലുള്ള ശരിക്കും എന്താണ്, നമുക്ക് ആ കനോണിക്കൽ ഫോം നമ്മുടെ കയ്യിലില്ലേ, ഉണ്ടോ? ഈ സ്റ്റേജിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുന്നത്, നമ്മളെ പുതിയ കനോണിക്കൽ ഫോം എന്തൊക്കെയാണ്, ആ 4 ഇക്വേഷൻസ് എന്തൊക്കെയാണ് വരിക? അതായത് x1 ഒന്നും ഇല്ല ഇവിടെ. അപ്പോൾ x2 പ്ലസ് ഇത് x3ൻ്റെ കോഎഫിഷ്യൻറ്റ് 3/16 x3 പ്ലസ് 0 x4 മൈനസ് 1/16 x5 ഈക്വൽ ടു 3/2. ഇതാണ് ഈ ഫസ്റ്റ് ഈ റോ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ. സെക്കൻഡ് റോ എന്ന് കിട്ടുന്നത് എന്താണ്, x1 x2 ഇല്ല, x3 ആണല്ലോ. അപ്പോൾ 1/16 x3 പ്ലസ് x4 പ്ലസ് 5/16 x5 എന്ന് പറഞ്ഞാൽ 15/2 ആണ് ഈ ഇക്വേഷൻ എന്ന് കിട്ടുന്നത്. ഇതാണ് ശരിക്കും ഈ എല്ലാ ഇക്വേഷൻസും നമ്മളിങ്ങനെ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്താണ്, ആ കനോണിക്കൽ ഫോമാണ്. ഫൈനൽ ഫോമിൽ കനോണിക്കൽ ഫോം ഇല്ലേ, നമ്മൾ ഇനീഷ്യലി പഠിച്ചില്ല, സിംപ്ലക്സ് മെത്തേഡ് പഠിക്കുമ്പോൾ നമ്മൾ കനോണിക്കൽ ഫോം പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു കനോണിക്കൽ ഫോം വഴി നമുക്ക് നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ സിംപ്ലക്സിലേക്ക് കൺവേർട്ട് ചെയ്യാം. പക്ഷേ സിംപ്ലക്സിലും അതിലേക്ക് ചെയ്യുന്ന ഒരേ സാധനം തന്നെയാണ്. അപ്പോൾ ഒരു സ്റ്റേജിലുള്ള കനോണിക്കൽ ഫോം നമുക്ക് ഈ സിംപ്ലക്സ് ടേബിളിൽ നിന്ന് കിട്ടും. അങ്ങനെ എഴുതി കഴിയുമ്പോൾ ഈ ലാസ്റ്റ് ഇക്വേഷൻ എന്താ വരിക, x1 പ്ലസ് 2/16 x3 പ്ലസ് 2/16 x5 ഈക്വൽ ടു 7/2. അതിൻ്റെ വാല്യൂ 7/2. അപ്പോൾ ഇതാണ് നമ്മളെ BI ഡാഷുകൾ, B1 ഡാഷ്, B2 ഡാഷ്, B3 ഡാഷ്, B4 ഡാഷ്. ഓക്കെ. അപ്പോൾ ഇവർ ഈ പ്രൊസീജിയറിൽ എന്താ പറയുന്നത്, നമുക്ക് ഇങ്ങനെ നമ്മൾ കനോണിക്കൽ ഫോമിൽ എടുത്ത് എഴുതി കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരു BI എന്താവണം, നോൺ ഇൻറ്റിജർ ആകുമ്പോൾ നമുക്ക് അത് എടുത്തിട്ട് ഫർദർ മുമ്പോട്ട് പോയിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് കൺസ്ട്രെയിൻസ് ഉണ്ടാക്കാം. അപ്പോൾ ഇവിടെ ഞാൻ അങ്ങനെ എടുക്കാൻ പോകുന്ന ആ ഒരു കേസ് പറഞ്ഞാൽ ഈ ഇക്വേഷനാണ്. ഈ ഇക്വേഷൻ അത് കറസ്പോണ്ടിങ് ടു ദിസ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ചൂസ് ചെയ്തു x1 ഈക്വൽ ടു 7/2. അപ്പം ഈ കൺസ്ട്രെയിൻ എനിക്ക് കിട്ടുകയാണ് x1 പ്ലസ് 2/16 x3 പ്ലസ് 2/16 x5 ഈക്വൽ ടു 7/2 എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ അതിനെ ഈ വലത്ത് ഭാഗത്തുള്ള BI എങ്ങനെ എഴുതണം, ഇത് 7/2 അത് 3.5 ആണ്. അപ്പോൾ അത് 3 പ്ലസ് 1/2 അല്ല, എങ്ങനെ പറയുന്നത്, ഇതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീരിയർ ഫംഗ്ഷൻ ഏതാ വരും, 3 വരും. പ്ലസ് BI എങ്ങനെ എഴുതാൻ പറയുന്ന ഒരു BIൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീരിയർ ഫംഗ്ഷൻ പ്ലസ് സം ക്വാണ്ടിറ്റി ബീറ്റായി. ഈ ബീറ്റായി പറഞ്ഞാൽ 0ൻ്റെയും 1ൻ്റെയും ഇടയ്ക്കായിരിക്കും. എല്ലാം നമുക്ക് കിട്ടുന്നത് ഇതല്ല. 3.5 നമുക്ക് എങ്ങനെ എഴുതാം, അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീരിയർ ഫംഗ്ഷൻ ഇപ്പോൾ 3 വരും. 3 പ്ലസ് ബീറ്റായി പറഞ്ഞാൽ ഹാഫ് ഇതിൽ ലൈ ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെ എഴുതി. അതേപോലെ ഈ നോൺ ബേസിക് വേരിയബിൾസിൻ്റെ കോഎഫിഷ്യൻസ് ഉണ്ടല്ലോ, അതിനെ അതേപോലെ എഴുതാം. 2/16 എന്ന് പറഞ്ഞാൽ 1/8 ആണല്ലോ. 1/8 എന്ന് പറഞ്ഞാൽ പോയിന്റ് സംതിങ് വരും, 0 പോയിന്റ് സംതിങ്. അപ്പോൾ അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീരിയർ ഫംഗ്ഷൻ എന്താ വരിക, 0 വരും. പ്ലസ് അതിൻ്റെ ബാക്കിയുള്ള പോർഷൻ എന്താ, 1/8 തന്നെ. അപ്പോൾ അങ്ങനെ മാറ്റി എഴുതാം. അങ്ങനെ മാറ്റി എഴുതി കഴിഞ്ഞാൽ ഇതിനെ ഒഴിവാക്കുക, ഈ ബാക്കിയുള്ള ഈ സാധനം വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള കൺസ്ട്രെയിൻറ്റ് ഇങ്ങനെ കിട്ടും. അല്ല നമുക്ക് കിട്ടിയ നോക്കൂ നിങ്ങൾ, നമുക്കിപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞ ആ വർക്കിംഗ് പ്രൊസീജിയറിൽ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് കിട്ടുന്ന കൺസ്ട്രെയിൻ നോക്കൂ. ഇതല്ലേ, summation j equal minus of summation j equal m plus 1 to n alpha ij xj less than equal to minus beta i. അതായത് നോൺ ബേസിക് വേരിയബിൾസിൻ്റെ കേസാണ് കണ്ടോ. അപ്പോൾ അതന്നെ നമുക്ക് ഇവിടെ കിട്ടിയത്. നമ്മൾ xi ഒഴിവാക്കി, ബാക്കിയുള്ള പോർഷൻ വെച്ചിട്ട് നമ്മൾ എഴുതി നെഗറ്റീവ് മൈനസ് ഓഫ് ഈ സമ്മേഷൻ, മൈനസ് ഓഫ് ഈ ഫുൾ സമ്മേഷൻ ഈസ് ലെസ് ദാൻ ഈക്വൽ ടു മൈനസ് ഓഫ് ദിസ് പാർട്ട്. അങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുക. ദിസ് പാർട്ടല്ല, ബീറ്റായി അല്ലേ, ബീറ്റായി ഈ പോർഷൻ മാത്രം 1/2, അപ്പോൾ മൈനസ് 1/2. അങ്ങനെയാണ് ഈ കൺസ്ട്രെയിൻ കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ആവശ്യമുള്ള ഒരു ഇക്വേഷൻ, ഒരു കൺസ്ട്രെയിൻറ്റ്. അപ്പോൾ ഇത് നമ്മളെ ഒറിജിനൽ പ്രോബ്ലത്തിൻ്റെ കൂടെ ഇതും കൂടി കൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് വെച്ചാൽ, നമ്മളെ ഈ LP പ്രോബ്ലത്തിൻ്റെ ഒരു ഒപ്റ്റിമൽ സൊല്യൂഷൻ്റെ നോൺ ഇൻറ്റിജർ ആയിട്ടുള്ള സൊല്യൂഷൻ്റെ ആ പോർഷൻ അങ്ങോട്ട് കട്ടായി പോകും. അപ്പോൾ നമ്മളെ ഫീസിബിലിറ്റി ചെറുതാവും. അങ്ങനെ നമുക്ക് ചെറുതാക്കാൻ പറ്റിയ ഒരു ഫസ്റ്റ് കൺസ്ട്രെയിൻ്റ് ആണ് ഇത്. ഓക്കെ. അപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാനിവിടെ ഏതെങ്കിലും ഒന്ന് എടുത്തു. അപ്പോൾ ഇതിന് ആർബിട്രേറ്റ് x1ൻ്റെ കേസ് എടുത്തു.
അതിന് കറസ്പോണ്ടിങ് കനാനിക്കൽ ഫോമിലുള്ള ഇക്വേഷൻ എടുത്തു. ഓക്കെ, അത് ഈ രീതിയിൽ സ്പ്ലിറ്റാക്കി എഴുതി. എന്നിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് ഈ ബേസിക് വേരിയബിൾ ഒഴിവാക്കി ബാക്കിയുള്ള പോർഷൻ അതിനെ നെഗറ്റീവ് ഓഫ് ദാറ്റ് ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് ഈ പോർഷൻ ബീറ്റ ഐ ഈക്വൽ ടു അല്ല ലെസ് ദാൻ ഈക്വൽ ടു ഇങ്ങനെ മാറ്റി എഴുതി. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളെ കൺസ്ട്രെയിൻറ്റ്. അപ്പോൾ ഇങ്ങനെ ലെസ് ദാൻ ഈക്വൽ ടു അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലായി. അപ്പോൾ ഈ ഒരു കൺസ്ട്രെയിൻറ്റ് നമ്മളെ ഒറിജിനൽ പ്രോബ്ലത്തിൻ്റെ കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്യണം. ഒറിജിനൽ പ്രോബ്ലം നമുക്ക് ഇപ്പോൾ സ്റ്റേജ് എത്തി നിൽക്കുന്നുണ്ടല്ലോ, ഈ സ്റ്റേജിൽ നമ്മൾ എന്താ ചെയ്യുക, ഇതിൻ്റെ കൂടെ ഈ ഒരു കൺസ്ട്രെയിൻറ്റ് കൂടി കൂട്ടും, എന്നിട്ട് വീണ്ടും വർക്ക് ചെയ്യും. ഓക്കെ, അതാണ് നമ്മൾ അടുത്ത് ചെയ്യുന്നത്. അപ്പം ഈ ഒരു കൺസ്ട്രെയിൻറ്റ് കൂട്ടുക അറിയുമ്പം ഈ കൺസ്ട്രെയിൻറ്റ് കൂട്ടുമ്പോൾ അതിനോട് എന്താ പറയുക, ഇത് ഈക്വൽ ടു ആക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഒരു സ്ലാക്ക് വേരിയബിളും കൂടി ആഡ് ചെയ്യും, പ്ലസ് അടുത്ത വേരിയബിൾ ഈ കേസിൽ എനിക്ക് തോന്നുന്നു x8 ആണെന്ന് തോന്നുന്നു, ഈക്വൽ ടു -12 എന്ന് വരും. എന്നിട്ട് നമ്മൾ അത് സോൾവ് ചെയ്യാൻ നോക്കുക ചെയ്യും. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും, ഈ ടേബിളിലേക്ക് ഈ ഇക്വേഷൻ്റെ കോർഡിനേറ്റ്സും കൂടി എടുത്ത് എഴുതും. ബാക്കിയൊക്കെ ഈ സെയിം ടേബിൾ തന്നെ. ഇതിലൊരു എക്സ്ട്രാ വേരിയബിൾ x8 വരും. ഇപ്പോൾ x9 വരാനായില്ല, താഴെ ഇതിൻ്റെ ഒരു x8 എക്സ്ട്രാ വേരിയബിൾ വരും. -1/8 ഇതാ, അതായത് -2/16 -1/8 -2/16 x8ൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ഈക്വൽ ടു -12. ഓക്കെ, അപ്പോൾ അത്രയും എടുത്ത് എഴുതി. അപ്പോൾ ആ ഫസ്റ്റ് കട്ടിംഗ് പ്ലെയിൻ അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ ഇക്വേഷൻ റെപ്രസെൻ്റ് ചെയ്യുന്ന ആ ഒരു എൻറ്റിറ്റി നമുക്ക് കിട്ടുന്നത് ശരിക്കും ഇവിടുന്നാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ഫസ്റ്റ് കട്ടിംഗ് പ്ലെയിൻ. അതായത് ഇതാണ് നമ്മളെ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഒപ്റ്റിമൽ സൊല്യൂഷൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ ഒരു കൺസ്ട്രെയിൻറ്റ് ആഡ് ചെയ്തിട്ട് നമ്മൾ സൊല്യൂഷൻ ഈ ഇൻറ്റിജർ ലീനിയർ പ്രോഗ്രാമിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പം ഇങ്ങനത്തെ ഒരു പ്രോബ്ലം വന്നാൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ വേറൊരു ടെക്നിക്ക് അറിയാം. എന്താണത്? അതെ, അതായത് ഇത് ഡുവൽ സിംപ്ലക്സ് മെത്തേഡാണ്. ഡുവൽ സിംപ്ലക്സ് മെത്തേഡ് നമുക്കിവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം ഇതിൻ്റെ നെറ്റ് വാല്യൂഷൻസ് എല്ലാം ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആണ്. ഓക്കെ, ബാക്കിയെല്ലാം 0 ആണ്, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആണ്. പിന്നെ ബീറ്റ ഐസ് നെഗറ്റീവ് ആവുന്ന കേസ് അല്ലേ, സൊല്യൂഷനിൽ നെഗറ്റീവ് വരും, അത് പെർമിറ്റബിൾ ആണ്. അതായത് നമ്മൾ എന്തിൽ ഡുവൽ സിംപ്ലക്സിൽ അതാണ് -12 വരുമ്പോൾ, അതുകൊണ്ടാണ് നമ്മൾ ഈ ഡുവൽ സിംപ്ലക്സ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഡുവൽ സിംപ്ലക്സ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ പ്രോബ്ലം സോൾവ് ചെയ്യും. ഇൻകമിങ് വേരിയബിൾ നോക്കും, ഔട്ട് ഗോയിങ് വേരിയബിൾ നോക്കും, അത് സോൾവ് ചെയ്തിട്ട് ഉണ്ടോ ഈ സ്റ്റെപ്പിൽ സോൾവ് ആയി. സെക്കൻഡ് സ്റ്റെപ്പിൽ തന്നെ ഇത് സോൾവ് ആയി. കാരണം എന്താ, എപ്പോഴാണ് സോൾവ് ആവുക, ഇതെല്ലാം നോൺ നെഗറ്റീവ് ആയാൽ മതി. അല്ലേ, ഡുവൽ സിംപ്ലക്സ് മെത്തേഡ് എങ്ങനെയാണ്, നമ്മൾ ഒപ്റ്റിമാലിറ്റിയിൽ നിന്ന് നമ്മൾ ഫീസിബിലിറ്റിയിലേക്ക് പോകുക. ഇവിടെ ഫീസിബിൾ സൊല്യൂഷൻ അല്ലത്, കാരണം എന്താ, അത് നെഗറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ ഒരു സ്റ്റെപ്പ് ഇമ്പ്രൂവ്മെൻറ്റ് നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് എല്ലാം പോസിറ്റീവ് വാല്യൂ കിട്ടി. അപ്പോൾ അത് ഫീസിബിൾ ഒപ്റ്റിമൽ സൊല്യൂഷനായി. ഇനി ഒപ്റ്റിമൽ സൊല്യൂഷനായി, പക്ഷേ ഇപ്പോഴും നിങ്ങൾ നോക്കൂ, ഇതെല്ലാം ഇൻറ്റിജർ വാല്യൂ ആയിരുന്നു നമുക്കിവിടെ നിർത്തായിരുന്നു. പക്ഷെ ഇവിടെ ഇൻറ്റിജർ വാല്യൂ ആയിട്ടില്ല. അതിൻ്റെ മീനിങ് എന്താ, നമ്മളെ ഇൻറ്റിജർ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം സൊല്യൂഷൻ ഇപ്പോഴും കിട്ടിയിട്ടില്ല, അത് ഇനിയും വർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കുക. അപ്പം അതെ, അപ്പോൾ ഇതിൻ്റെ വാല്യൂ പറയുമ്പോൾ എന്തൊക്കെയാണ് വരിക, 7/4. 7/4 എന്ന് പറയുമ്പം എത്രയാണ് വരിക, 7/4ൻ്റെ വാല്യൂ ശരിക്കും 1.75 ആണ്. ഇനി ഒരു 25/4 ഉണ്ട്. 25/4ൻ്റെ വാല്യൂ 6.25 ആണ്. പിന്നെ എത്ര, 17/2. 17/2 എന്ന് പറഞ്ഞാൽ 8.5 ആണ്. അതായത് ഇത് ശരിക്കും 1.25, ഇത് 6.25, ഇത് 8.5. ഞാൻ പറഞ്ഞത് ഇതിൽ മാക്സിമം വരുന്ന എടുക്കുക. അപ്പോൾ ഇവിടെ ഇതാണ് എടുക്കേണ്ടത്. അതുതന്നെയാണ് ഇവർ ഈ ബുക്കിൽ ഫോളോ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് എവിടെയും ഈ കാര്യം ബുക്കിൽ പറഞ്ഞിട്ടില്ല, പക്ഷെ നമുക്കിത് ഫോളോ ചെയ്യാം. അപ്പം നമ്മൾ അടുത്തത് നമ്മൾ എടുക്കാൻ പോകുന്നത്, അതായത് ഇതിന് കറസ്പോണ്ടിങ് ഈ x2 ഈക്വൽ ടു 7/4 ഈ കേസ്, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, അതായത് ഇതൊരു കനാനിക്കൽ ഫോം ആണല്ലോ, ഇത് നമ്മൾ ഈ കനാനിക്കൽ ഫോം നമുക്ക് എഴുതാൻ പറ്റും. അങ്ങനെ എഴുതി കഴിയുമ്പം ഈ x2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഇക്വേഷൻ, അതാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഓക്കെ, ആ ഇക്വേഷനാണ് ഈ എഴുതിയിരിക്കുന്നത്. നമ്മൾ നോക്കുക, x1ൻ്റെ കോഎഫിഷ്യൻറ്റ് 0 ആണ്, x2 × 1 പ്ലസ് x3 × 1/4 പ്ലസ് 0 × 0 0, ലാസ്റ്റ് x8ൻ്റെ കോണത്തിൽ -12, അപ്പോൾ -1/2 x8
ഈക്വൽ ടു 7/4 ഈക്വൽ ടു 7/4. അപ്പോൾ ഇതിലെന്താ ചെയ്യേണ്ടത്? അതെ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 7/4 എങ്ങനെ എഴുതാം? 1 3/4 എന്ന് എഴുതാം. 1 + 3/4 എന്ന് എഴുതാം അല്ലേ? 1/4 എങ്ങനെ എഴുതാം? 0 + 1/4 അല്ലേ? 1/4 0.25 ആണ്. 0.25 എന്ന് പറയുമ്പോൾ 0 + 1/4. അത് മറ്റേ രീതിയിൽ എഴുതുമ്പോൾ, അതായത് അതിൻ്റെ ഗ്രേറ്റർ ഇൻറ്റഗ്രൽ ഫംഗ്ഷൻ എടുക്കുക പ്ലസ് 0ൻ്റെയും 1ൻ്റെയും എടുക്കുന്ന ഒരു വാല്യൂ എടുത്ത് എഴുതി കഴിഞ്ഞാൽ അങ്ങനെ കിട്ടും. അതുപോലെ -12 നമ്മൾ ഈ രീതിയിൽ എഴുതണം. -1 + ½ എന്ന് എഴുതാം. ഓക്കെ, -12 എന്ന് പറയുമ്പോൾ -1 + ½ അതായത് -12ൻ്റെ താഴെ വരുന്ന -1 + ½ ഓക്കെ, സെയിം ഗ്രേറ്റർ ഇൻറ്റഗ്രൽ ഫംഗ്ഷൻ ഉപയോഗിക്കാം. അപ്പം ഇവിടെ ഈ രീതി കിട്ടും. അപ്പം നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യേണ്ടത്? ഈ x2 ഒഴിവാക്കിയിട്ട് ഈ ഫുൾ സാധനത്തിന് നെഗറ്റീവ് ലെസ് = നെഗറ്റീവ് ഓഫ് ഇത്. അതാണ് നമ്മുടെ കൺസ്ട്രെയിൻറ്റ് വരിക, പുതിയ കൺസ്ട്രെയിൻറ്റ് വരിക. അപ്പോൾ നമ്മൾ പുതിയ കൺസ്ട്രെയിൻറ്റ് അങ്ങനെ കിട്ടും. ഓക്കെ, ഇനി ആ പുതിയ കൺസ്ട്രെയിൻറ്റ് ലെസ് = ആണെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഒരു വേരിയബിൾ കൂടെ ആഡ് ചെയ്യും, x9. എന്നിട്ട് നമ്മൾ നമ്മുടെ ടേബിളിലേക്ക് വീണ്ടും അതിനെ കൂടി ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നേരത്തെ പോലെ തന്നെ ഒപ്റ്റിമൽ സൊല്യൂഷൻ ആയിരുന്നു. നമ്മളടുത്ത് ഇപ്പോൾ ഒരു ഫീസിബിൾ അല്ലാത്ത സൊല്യൂഷൻ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഡുവൽ സിംപ്ലക്സ് മെത്തേഡ് യൂസ് ചെയ്യും. ഡുവൽ സിംപ്ലക്സ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മളിത് ഒപ്റ്റിമൈസ് ചെയ്യാൻ നോക്കും. അങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ നോക്കുമ്പം നമുക്ക് ഈ ഒരു സ്റ്റേജിലെത്തും. അതായത് ഇത് ഫീസിബിൾ സൊല്യൂഷനായി, കാരണം എല്ലാം പോസിറ്റീവ് ആയല്ലോ. ഫീസിബിളായി, ഇവിടെ എല്ലാം > 0 ആയിക്കൊണ്ട് ഒപ്റ്റിമലുമാണ്, ഒപ്റ്റിമൽ സൊല്യൂഷനുമാണ്. അപ്പോൾ ഡുവൽ സിംപ്ലക്സ് മെത്തേഡ് ഇവിടെ കഴിയും. ഇതിലിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇതാ ഞാൻ പറഞ്ഞ കുറച്ച് ലെങ്തിയാണ് പറയാൻ കാരണം ഇത് ഞാനിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ പെട്ടെന്ന് പോകും. പക്ഷേ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത് ഒരുപാട് സമയം എടുക്കും. കാരണം ഓരോ സ്റ്റേജിലും നമ്മൾ ഡ്യുവൽ സിംപ്ലക്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇത് എനിക്കറിയില്ല എങ്ങനെ അത് ചോദിക്കുമോ എന്നുള്ള കാര്യം. പക്ഷേ എന്തായാലും മൊത്തം നിങ്ങൾ ചെയ്യാൻ ഒരിക്കലും പറയില്ല. കാരണം ഇത് മൊത്തം നിങ്ങൾ ചെയ്യാൻ മിനിമം ഒരു അരമണിക്കൂർ, ഒരു മുക്കാൽ മണിക്കൂർ മതിയാ സംശയം. ഓക്കെ, അപ്പം പക്ഷേ മെത്തേഡ് വളരെ ക്ലിയർ ആവണം, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ സോൾവ് ചെയ്ത് ഇൻഡിജർ സൊല്യൂഷൻസ് അല്ല. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യണം? വീണ്ടും നമ്മളൊരു കട്ടിംഗ് പ്ലെയിൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് അതേപോലെ 4 കേസസ് വരുന്നുണ്ട്. 3/2, 5/2, 5/2, 3/2. ഇപ്പം ഈ ഫ്രാക്ഷൻസ് വരുന്ന ഇവിടെയാണല്ലോ. അപ്പോൾ ഈ ഫ്രാക്ഷൻസ് വരുന്ന കേസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഴുതി കഴിഞ്ഞാൽ ഇതെല്ലാം ഹാഫാണ് വരിക. 5.5 എന്ന് പറയുമ്പം 5/2 പറയുമ്പം 2.5 അല്ലേ? ഇതും 2.5. പിന്നെ 3/2 പറയുമ്പോൾ 1.5, 3/2 1.5. അപ്പോൾ ഈ എല്ലാത്തിലും അര തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മാക്സിമം പറയുമ്പോൾ അര തന്നെയാണ് വരിക, ഹാഫ് തന്നെയാണ് വരിക. അപ്പം അത് നമുക്ക് ഏതാണെങ്കിൽ ചൂസ് ചെയ്യാം. അപ്പോൾ ഇതിലിപ്പോൾ x8 ചൂസ് ചെയ്യാമെന്ന് വിചാരിക്കാം. x8 ചൂസ് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ എന്താ വരിക? അതായത് ഈ മൊത്തം കനോണിക്കൽ ഫോം എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെന്താ? x1ൻ്റെ കോഎഫിഷ്യൻറ്റ് 0, x2ൻ്റെ കോഎഫിഷ്യൻറ്റ് 0, x3ൻ്റെ ഇവിടെ ഹാഫ് x3, പിന്നെ വരുന്ന x8 പ്ലസ് x8 -2x9 ലെസ് ദാൻ ഈക്വൽ ടു അല്ല, ഈക്വൽ ടു 3/2. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി നമ്മളത് എന്താ വരിക? പുതിയ കൺസ്ട്രെയിൻറ്റ് ഇതിപ്പോൾ ഇവിടെ കഴിഞ്ഞു. പക്ഷേ ഇനി നമുക്ക് പുതിയ കൺസ്ട്രെയിൻറ്റ് നമുക്ക് ഇതിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1/2 പറയുമ്പോൾ 0 + ½ x8 ആണ് നമ്മൾ ബേസിക് വേരിയബിൾ, അത് സൈഡിലേക്ക് എടുത്തത്. ബേസിക് വേരിയബിൾ ഒഴിവാക്കി ബാക്കിയാണ് നമ്മളിവിടെ കൺസ്ട്രെയിൻറ്റ് ഉണ്ടാക്കുന്നത്. പിന്നെ പ്ലസ് -2 + 0 x/9 + 1 സോറി, ഇതിൻ്റെ ഞാൻ പറഞ്ഞ ചെറിയ തെറ്റ് പറ്റിയിട്ടുണ്ട്. അത് എഴുതിയ ശരിയാണ്, പക്ഷേ ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ ഈ ഫുൾ പോർഷനെ നെഗറ്റീവ് ലെസ് ദാൻ ഈക്വൽ എടുക്കുന്നത് കേട്ടോ. ഇതിലുള്ള ആൽഫ ഐസും ബീറ്റ ഐസ് അല്ലേ വരുന്നത്? അത് ഞാൻ പറഞ്ഞത് ചെറിയ മിസ്റ്റേക്ക് പറ്റിയാണ്. ഇതിപ്പോൾ എഴുതിയ ശരിയാണ്. ഇത് നമ്മളിപ്പോൾ അങ്ങനെ നിങ്ങൾ നോക്കുക, ഞാൻ പറയാം. നമുക്കിവിടെ ഇതിൽ പറഞ്ഞ എന്തായിരുന്നു? ഇത് ഈ ആൽഫ ഐസ് ഇൻറ്റു XJ ആണ്, മൊത്തം വരുന്നില്ല. ഓക്കെ, ഞാൻ എഴുതിയ ശരിയാണ് കേട്ടോ. അപ്പോൾ അത് മാറിപ്പോയി. ഇപ്പോൾ ശരിക്കും ഇവിടെ വരുമ്പം ഈ ഫുള്ളിൽ നെഗറ്റീവ് അല്ല എടുക്കുന്നത്, ഈ പോർഷൻ മാത്രമാണ് അതിന് നെഗറ്റീവാണ്. ഇവിടെ നിന്ന് ആ പോർഷൻ മാത്രം, അതന്നെ താഴെ ചെയ്തിരിക്കുന്നത്. ഈ സെറ്റിൽ നമ്മൾ അങ്ങനെ തന്നെ ചെയ്തത്.
അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ -1/4 x3 -1/2 x8 is less than equal to -3/4 അങ്ങനെ വരണം. കണ്ടോ? അതൊക്കെയാണ്. അതേപോലെ ഇവിടെയും നമുക്ക് കിട്ടുക ഈ രീതിയിലാണ്. അപ്പോൾ ഇവിടെ ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ടേം ഉണ്ടാവുള്ളൂ -12x3. ഇവിടുന്ന് 0 ടൈംസ് x ആകുമ്പോൾ 0 ആയി പോകും. അപ്പോൾ ലെസ് ദാൻ ഈക്വൽ ടു മൈനസ് ഓഫ് ഈ പോർഷൻ, അതായത് -12. അപ്പോൾ -12x3 ഇതാണ് പുതിയ ഇക്വേഷൻ. നമുക്ക് ആഡ് ചെയ്യേണ്ട പുതിയ കൺസ്ട്രെയിൻറ്റ്, നമ്മൾ ഓൾറെഡി ഉള്ള പ്രോബ്ലത്തിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട പുതിയ കൺസ്ട്രെയിൻറ്റ് ഇതാണ്. അപ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ ലെസ് ദാൻ ഈക്വൽ ടു ആയതുകൊണ്ട് സ്ലാക്ക് വേരിയബിൾ ആഡ് ചെയ്യും, ഒരു പുതിയ വേരിയബിൾ കൂടി നമ്മുടെ സിംപ്ലക്സിൽ വരും. അപ്പോൾ ഇങ്ങനെ കിട്ടും. ഇത് അപ്പം വീണ്ടും ഡുവൽ സിംപ്ലക്സ് മെത്തേഡ് അപ്ലൈ ചെയ്യണം, കാരണം ഇതൊരു ഫീസിബിൾ സൊല്യൂഷൻ അല്ല, കാരണം ഇവിടെ നെഗറ്റീവ് വരുന്നുണ്ട്. ഡുവൽ സിംപ്ലക്സ് മെത്തേഡ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഫൈനലായിട്ട് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇതിൽ നമുക്ക് എല്ലാ വാല്യൂസും ഇൻറ്റീജേഴ്സ് ആയിട്ട് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സൊല്യൂഷൻ കിട്ടി. അപ്പോൾ അങ്ങനെയാണ് ഇത് വർക്കൗട്ട് ചെയ്യേണ്ടത്. നമുക്ക് നമ്മളെ സൊല്യൂഷൻ കിട്ടി, ഒപ്റ്റിമം വാല്യൂയും കിട്ടി, നമ്മളതുപോലെ തന്നെ നമ്മളെ ഇൻറ്റിജർ സൊല്യൂഷൻസ് കിട്ടി, ഓരോന്നിൻ്റെയും വാല്യൂസ് ഇൻറ്റിജർ വാല്യൂസ് തന്നെ കിട്ടി അല്ലേ. അപ്പോൾ അങ്ങനെയാണ് ഈ ഇൻറ്റിജർ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ ഇതിലുള്ള ഒരു പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പം ഓരോ സ്റ്റേജ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മളിത് എന്താ പറയുക, ഡ്യുവൽ സിംപ്ലക്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ അത് എത്ര സ്റ്റേജ് തീരുന്നു നമുക്കറിയില്ല. പക്ഷേ ഇത് ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്സിൽ തീരും എന്നൊരു റിസൾട്ട് ഉണ്ട്. അപ്പം അതൊരു ഐഡിയ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ. അപ്പം നമുക്ക് തൽക്കാലം സ്റ്റോപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരു ബ്രാഞ്ച് ആൻഡ് ബോണ്ട് മെത്തേഡ് എങ്ങനെയാണ് നോക്കാം. ഓക്കെ. അതും ഇതുപോലെ തന്നെയാണ്, അതിലും ഒരുപാട് സ്റ്റെപ്സ് ഇൻവോൾവ് ആണ്. പക്ഷേ നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് ചെയ്യുന്നത് കൂടി നമുക്ക് നോക്കാനുണ്ട്. സോ ദാറ്റ് വിൽ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ. നോട്ട്സ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.